എന്തായാലും ചങ്കൂറ്റത്തോടെ സ്വന്തം നിലപാട് വിളിച്ചു പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഹാൻഡ്സ് ഓഫ്. കാരണം ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ചോദിച്ചിട്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ രാഷ്ട്രീയത്തിൽപ്പെട്ട എൻ്റെ ചിന്താഗതി പോലെ ചിന്തിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ എൻ്റെ മതത്തിൽപ്പെട്ട ആളാണോ, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട പോലെ ജീവിക്കുമെന്ന് പുള്ളി എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടൊന്നുമല്ല ഞാൻ പുള്ളിയെ ഫോളോ ചെയ്ത് പുള്ളിയെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ അൺഫോളോ ക്യാമ്പയിനിങ്ങിലൊക്കെ എന്തർത്ഥമാണുള്ളത്? ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് ചെന്ന് അതിൻ്റെ അടിയിൽ ചെന്ന് തെറി വിളിക്കുക, ഭീഷണിപ്പെടുത്തുക. പിന്നീട് അദ്ദേഹം അതിന് മറുപടിയായിട്ടൊരു വീഡിയോ ചെയ്ത്, സത്യം പറഞ്ഞ ഒരു സെലിബ്രിറ്റീസും ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അതെ, ഡോക്ടർ അങ്ങനെയാണ്. അതൊക്കെ തന്നെയാണ് ഡോക്ടറെ ഇഷ്ടപ്പെടാനും കാരണം. തൻ്റെ നിലപാട് ആരുടെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്ന വ്യക്തി തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആ ക്വാളിറ്റി പിന്നെ ഞാൻ ആ ഷോയിൽ ഒരാൾക്ക് കണ്ടത് അനീഷിലാണ്. നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മതം, രാഷ്ട്രീയം, അല്ലെങ്കിൽ അദ്ദേഹം ആരെ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ വീടിന് എത്ര വലിപ്പമുണ്ട്, അയാളുടെ കാർ ഏതാണ്, അങ്ങനെയൊക്കെ നോക്കിയാണോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഇൻസ്റ്റാ പേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വ്യക്തമായി പറഞ്ഞു. പുള്ളിക്കാരൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനൊരു വ്യക്തമായിട്ട് പുള്ളിക്കാരൻ സംഖ്യയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയൊന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി അത് പറയുന്നുണ്ട്. പക്ഷെ ആ പുള്ളി BJP സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇൻസ്റ്റഗ്രാം, അതായത് ഡയറക്റ്റ് മെസ്സേജുകളും ഒരുപാട് ഭീഷണികൾ, മോശം കമൻറ്റുകൾ, തെറിവിളികൾ, അങ്ങനെ ഒരു തരത്തിലും പുള്ളിക്ക് നിക്കക്കള്ളിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പുള്ളിയെ പ്രേക്ഷകർ, അതായത് പുള്ളിയെ ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുന്നവർ, അല്ലെങ്കിൽ പുള്ളിയുടെ ഇഷ്ടപ്പെടുന്നവരെ പുള്ളി ഫാൻസ് എന്ന് പറയുന്നതിന് ഒരു ഫാമിലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഫാമിലി എന്നാണ് ശരിക്കും പുള്ളിയെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. അതിലുള്ളവർ ഇപ്പം പല ജാതിക്കാരുണ്ടാവും, പല മതക്കാരുണ്ടാവും, പല രാഷ്ട്രീയം, അങ്ങനെ പല രീതിയിലുള്ള പല സ്ഥലത്തുള്ള ആളുകളാണ്. പക്ഷേ ഈ പുള്ളിയെ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ആർക്കെങ്കിലും തടസ്സമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സീസൺ 4 ബിഗ് ബോസ് മലയാളം സീസൺ 4 കണ്ടു തുടങ്ങിയതാണ്. ഞാൻ പുള്ളിയെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റി. ഞാനിപ്പം കഴിഞ്ഞ സീസണിൽ അനീഷിനെ ഇഷ്ടപ്പെട്ടു. അനീഷിനെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണവും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ആയിരുന്നു. ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പം ഒരുപാട് പേര് പല രീതിയിൽ പറയുന്നുണ്ട്. വളരെ മോശം ഒരു ഷോ ആയിട്ട് പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അത് റിയാലിറ്റി ഗെയിം ഷോയാണ്. പക്ഷെ അതൊരു പേഴ്സണാലിറ്റി ഷോയും കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ ഈ മോശം പറയുന്നവർ എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസ് ശരിക്കും കണ്ട് അതിനെ സ്റ്റഡി ചെയ്യുന്നവരാണെന്ന് തോന്നുന്നില്ല. ബിഗ് ബോസിൽ കൂടെ ഒരുപാട് മോശം കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ മോശം സൈഡ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ നല്ല വശങ്ങളുണ്ടെങ്കിൽ, അയാൾക്കൊരു നന്മയുണ്ടെങ്കിൽ അതും നന്നായി പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. അപ്പോൾ ആ ഷോയിൽ ഞാൻ കാണുന്നത് പോസിറ്റിവിറ്റിയാണ്. അതായത് അതിലെ നെഗറ്റിവിറ്റി ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവർ, നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ, അതൊരു പേഴ്സണാലിറ്റി ഷോയും കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റിനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നെങ്കിൽ അദ്ദേഹം ഒരു ഗുഡ് പേഴ്സൺ കൂടി ആയിരിക്കണം. അത് ഏത് സീസൺ എടുത്ത് നോക്കിയാലും നമുക്കറിയാം. പ്രേക്ഷകർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നത് ഏത് രീതിയിലുള്ള വ്യക്തികളെയാണെന്ന് സ്റ്റഡി ചെയ്താൽ അറിയാം. പ്രേക്ഷകർ അവരുടെ പേഴ്സണാലിറ്റി, ആ വ്യക്തിയുടെ ക്യാരക്ടറിന് അവർ മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ അദ്ദേഹം ഏത് മതത്തിലുള്ള ആളാണെന്ന് നോക്കിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ എന്താണ് അതൊന്നും നോക്കിയില്ല. പക്ഷേ അദ്ദേഹം പൊതുസമൂഹത്തിൽ, അല്ലെങ്കിൽ ഒരു ഷോയിൽ, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എന്താണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, എന്താണ് ആ ഒരു സമൂഹത്തിൽ പുള്ളിയുടെ നിലപാട് എന്താണ്, അതൊക്കെ നോക്കി അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്.
അതിൽ നിന്ന് ആ ക്യാരക്ടറിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അയാൾക്ക് അന്ന് ഞാൻ എന്താണോ അയാളിൽ കണ്ട ആ ഗുഡ് പേഴ്സണാലിറ്റി അത് ഇന്നും അയാൾ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അയാൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നില്ല. സമൂഹത്തിന് എന്തെങ്കിലും ഒരു ദോഷമായിട്ടുള്ള കാര്യങ്ങളോ അദ്ദേഹം അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് ചെന്ന് അതിൻ്റെ അടിയിൽ ചെന്ന് തെറി വിളിക്കുക, ഭീഷണിപ്പെടുത്തുക, പിന്നീട് അദ്ദേഹം അതിന് മറുപടിയായിട്ടൊരു വീഡിയോ ചെയ്ത്, സത്യം പറഞ്ഞ ഒരു സെലിബ്രിറ്റീസും ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അതെ, ഡോക്ടർ അങ്ങനെയാണ്. അതൊക്കെ തന്നെയാണ് ഡോക്ടറെ ഇഷ്ടപ്പെടാനും കാരണം. തൻ്റെ നിലപാട് ആരുടെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്ന വ്യക്തി തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആ ക്വാളിറ്റി പിന്നെ ഞാൻ ആ ഷോയിൽ ഒരാൾക്ക് കണ്ടത് അനീഷിലാണ്. അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഡോക്ടർ റോബിനെയാണ് ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്. അതുപോലെ തന്നെയാണ് ഈ സീസണിൽ അനീഷും. തങ്ങളുടെ നിലപാട് അത് എന്തായിക്കോട്ടെ, അത് ഒരു സമൂഹത്തിന് ദോഷം ചെയ്യാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളെ ആ തീരുമാനം കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ആരെയും പേടിച്ച് നിലപാടുകൾ പറയാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ പുള്ളിക്കാരൻ എന്താ പറയുക, ആ ഒരു കാര്യം തുറന്നു പറഞ്ഞ് പുള്ളി സംഖ്യയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് രാഷ്ട്രീയം ഒന്നും പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യമില്ലെന്നല്ല, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവണം. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവന് ഒരു രാഷ്ട്രീയം ഉണ്ടാവും. സ്വന്തം രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തോട്, അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് നടക്കണം എന്നൊന്നുമില്ല. നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ഐഡിയോളജി, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ചിന്താഗതിയൊക്കെ ഒത്തുവരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് രാഷ്ട്രീയക്കാരെന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പം രാഷ്ട്രീയക്കാരനാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്ന വലിയ തെറ്റാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ വലിയ അറിവുകളൊന്നുമില്ല, ഒന്നിനെ കുറിച്ചും വ്യക്തമായി പഠിച്ചിട്ടൊന്നുമില്ല, വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും, ഞാൻ എൻ്റെ രാഷ്ട്രീയമൊന്നും ഇപ്പൊ പറയുന്നില്ല. എനിക്കത് പറയാൻ താല്പര്യമില്ല. പക്ഷേ ഇപ്പം ഡോക്ടറുടെ രാഷ്ട്രീയം ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയമായിട്ട് ചേരുന്നതായിരിക്കില്ലായിരിക്കാം. എൻ്റെ നിലപാടുകളായിട്ട്, എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ പരിമിതമായ അറിവിൽ നിന്നുള്ള കാഴ്ചപ്പാടാണ്. ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ കാഴ്ചപ്പാട് മാറാം. പക്ഷെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയമായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷേ എന്ന് വെച്ച് എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമൊന്നുമില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ചോദിച്ചിട്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ രാഷ്ട്രീയത്തിൽപ്പെട്ട, എൻ്റെ ചിന്താഗതി പോലെ ചിന്തിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ എൻ്റെ മതത്തിൽപ്പെട്ട ആളാണോ, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട പോലെ ജീവിക്കുമെന്ന് പുള്ളി എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടൊന്നുമല്ല ഞാൻ പുള്ളിയെ ഫോളോ ചെയ്ത് പുള്ളിയെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ അൺഫോളോ ക്യാമ്പയിനിങ്ങിലൊക്കെ എന്തർത്ഥമാണുള്ളത്? എന്തായാലും ചങ്കൂറ്റത്തോടെ സ്വന്തം നിലപാട് വിളിച്ചു പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഹാറ്റ്സ് ഓഫ് ആണ് പറയുന്നത്. പിന്നെ അൺഫോളോ 1.1 മില്യൺ ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് ഇപ്പം 1 മില്യനായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല. കാരണം ആ രീതിയിൽ ഇപ്പം നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെ പുള്ളി ചിന്തിക്കണം. നമ്മളെ ചിന്തയിൽ നിന്ന് മാറി പുള്ളി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അൺഫോളോ ചെയ്ത് പോകും എന്നുള്ളവർ അങ്ങനെ പോയിക്കോട്ടെ. എനിക്ക് തോന്നുന്നില്ല പുള്ളിയെ ഇത്രയും കാലം, ഈ 4 വർഷമായിട്ട് പല പ്രശ്നങ്ങളിലും പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്ന വ്യക്തികളാണ് പുള്ളി അൺഫോളോ ചെയ്ത് പോയതെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് അങ്ങനെയുള്ളവർ പോട്ടെ.